മൂന്നാമതായി സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതിയാൽ ആ സൂറത്ത് പതിവാക്കുന്നവന് തീർച്ചയായും ആ സൂറത്ത് ഖബറിൽ വന്ന് ശഫാഅത്ത് ചെയ്യുന്നു, മഹ്ശറയിൽ ശഫാഅത്ത് ചെയ്യുന്നു. അവനെ പിശാച് ഇതിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടുന്നു, അവന്റെ തൗഹീദ് ശക്തിയാകുന്നു. അതുപോലെ നിങ്ങൾ നോക്കൂ, ഖുർആനിന്റെ മറ്റൊരു മഹത്വം അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ മഹദിയ പറയുകയാണ്, ഒരു ദിവസം റസൂലുള്ളാഹിന്റെ പൊന്നോമന മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ എന്റെ വീട്ടിൽ 3 പ്രാവശ്യം വന്നു. അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ വേണ്ടി വന്നു. ആരാണ് ഫാത്തിമ എന്ന് നിങ്ങൾക്കറിയുമോ? ഫാത്തിമത്തു ബദ്അത്തും മിന്നി, ഫാത്തിമത്തു ബദ്അത്തും മിന്നി. ഫാത്തിമ എന്റെ കരളിന്റെ ഘട്ടമാണ്, കരളിന്റെ ഘട്ടമാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും പറയാറുള്ള പ്രിയപ്പെട്ട മകൾ 3 പ്രാവശ്യം റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വന്നു. റസൂലുള്ളാഹിനെ കാണാതെ തിരിച്ചുപോയി. രാത്രി പാതിരയായപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിലെത്തി. ആ സമയത്താണ് മഹദിയായ ആയിഷ പറയുന്നത്, നബിയെ, തങ്ങളെ പ്രിയപ്പെട്ട മകൾ ഇന്ന് 3 പ്രാവശ്യം തങ്ങളെ കാണാൻ വന്നിരുന്നു. എന്താണ് സംഭവമെന്നറിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് വളരെ ക്ഷീണിച്ചു. പെട്ടെന്ന് കിടന്നുറങ്ങാനുള്ള ഒരുക്കത്തോടുകൂടെ രാത്രി പാതിര സമയത്ത് വീട്ടിൽ വന്നതാണെങ്കിലും പൊന്നോമന മകൾ 3 പ്രാവശ്യം എന്നെ കാണാൻ വന്നിട്ട് കണ്ടില്ലല്ലോ എന്ന ഈ ദുഃഖത്തോടെ അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ എത്തുമ്പോൾ ഭർത്താവായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളും ആ ബീവി ഫാത്തിമയും കിടന്നിരിക്കുന്നു, ഉറങ്ങാൻ കിടന്നിരിക്കുന്നു, വിരിപ്പിൽ കിടക്കുകയാണ്. റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ പെട്ടെന്ന് രണ്ടുപേരും തട്ടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വേണ്ട വേണ്ട, അവിടെ തന്നെ കിടക്കൂ എന്ന് പറയുകയും അല്ലാഹുവിന്റെ ഹബീബ് രണ്ടാളുടെയും ഇടയിൽ പോയിരിക്കുകയും ചെയ്തു. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലിന്റെ അടി എന്റെ ശരീരത്തിൽ തൊട്ടപ്പോൾ എനിക്കുണ്ടായ ചൈതന്യം, എനിക്കുണ്ടായ തണുപ്പ്, ഞാൻ സ്വർഗത്തിൽ കടന്നതുപോലെ തോന്നിപ്പോയി. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലിന്റെ അടിയത്തിൽ തൊട്ടപ്പോൾ അങ്ങനെ ഇരുന്നു കൊണ്ട് എന്നോട് ചോദിക്കുന്നു, പൊന്നോമന മകളെ, പ്രിയപ്പെട്ട മകളെ, നീ എന്തിനായിരുന്നു ഇന്ന് എന്റെ വീട്ടിൽ 3 പ്രാവശ്യം വന്നത്? അല്ലാഹുവിന്റെ ഹബീബിനോട് പ്രിയപ്പെട്ട മകൾ അവിടുത്തെ കൈയിന്റെ അടി കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു, എന്റെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് വളരെയധികം ധർമ്മിഷ്ഠനാണ്, നിങ്ങൾക്കറിയാമല്ലോ. അവിടുന്ന് സമ്പാദിച്ചുകൊണ്ട് ഗോതമ്പ് കൊണ്ടുവരും. എന്നാൽ ആ ഗോതമ്പ് പൊടിച്ച് ഫക്കീറുമാർക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കും. ഈ ഗോതമ്പ് പൊടിക്കാൻ യന്ത്രങ്ങളും മെഷീനുകളും ഇല്ല, ആസിലിട്ടുകൊണ്ട് പൊടിക്കുകയാണ്. ഈ ആസുകല്ല് എന്റെ കൈ കൊണ്ട് തിരിച്ച് 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 എന്റെ കൈയിന്റെ അടിയിലെ തൊലി മുഴുവനും പൊട്ടിപ്പോയി നബിയേ. അതുകൊണ്ട് 1-2 ഖാദിമീങ്ങളെ വെള്ളാട്ടികളെ എനിക്ക് തരുമോ? അവിടുത്തെ യുദ്ധത്തിൽ നിന്ന് ഗനീമത്തായി കിട്ടിയ വെള്ളാട്ടികളുണ്ടെന്ന് കേട്ടു. അതിൽ നിന്ന് 1-2 എനിക്ക് സഹായത്തിന് തരുമോ എന്ന് ചോദിക്കാനാണ് വന്നത് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, കരളിന്റെ കഷ്ടപ്പാടെന്ന് പറയുന്ന പുന്നാര മകൾ ആ മകളോട് പറഞ്ഞു കൊടുക്കുന്നത്, മകളെ, നിനക്ക് ഞാനൊരു വെള്ളാട്ടിയെ തരുന്നതിനേക്കാൾ, ഒരടിമ സ്ത്രീയെ തരുന്നതിനേക്കാൾ, ഒരു വേലക്കാരിയെ തരുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിനക്ക് ഞാൻ പറഞ്ഞു തരാം. നീ ഉറങ്ങാൻ പോകുമ്പോൾ, നിങ്ങൾ 2 പേരും അലി ഇബ്നു അബീ ത്വാലിബിനും പറഞ്ഞു കൊടുക്കുന്നു, ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ മുഅവ്വിദത്തൈനി ഓതുക. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്
എന്ന 2 സൂറ ഓതുക. ഓതിയിട്ട് 2 കയ്യിന്റെ അടിയും ഇങ്ങനെ വെച്ച് ഫൂ എന്ന് കയ്യിന്റെ അടിയിൽ ഊതുക. ഊതിയതിന്റെ ശേഷം കൈകൊണ്ട് മുഖത്തും തലയിലും പുറത്തും കൈയെത്തുന്ന തരത്തെല്ലാം കാലിന്റെ അടിവരെ തടകുക. വേറെ ഒരു ഹദീസിൽ ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 4 സൂറത്ത് നിങ്ങൾ ഓതുക. എന്നിട്ട് 2 കൈയും ഇങ്ങനെ വെച്ച് നിങ്ങൾ കയ്യിൽ ഊതി ആ ഖുർആൻ ഊതിയ കൈ കൊണ്ട് ശരീരം മുഴുക്കെ എത്തുന്ന തരത്തെല്ലാം തടവിക്കിടന്നാൽ ലൻ യദുറഹു ശൈത്താനു ഫീ തിൽക്കൽ ലൈല, അന്ന് രാത്രി നേരം വെളുക്കുന്നത് വരെ പിശാചി അവനെ ബുദ്ധിമുട്ടിക്കുകയില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? അന്ന് രാത്രി അഥവാ മരിച്ചു പോയാലും ശൈത്താന്റെ ശ്രദ്ധ കൂടാതെ മരിക്കാൻ കഴിയുമെന്നാണ് സഹോദരങ്ങളെ ഇതിന്റെ അർത്ഥം. ഈ 4 സൂറത്ത് 1 മിനിറ്റോ 2 മിനിറ്റോ ആണ് നമുക്ക് വേണ്ടത്. ആ 2 സൂറ ഓതി കയ്യിലൂതി ശരീരത്തിൽ തടവിയ ശൈത്താൻ തൊടില്ല. എത്രയാണ് ഖുർആനിന്റെ പവർ! ഓതുന്ന നാവ്, ആ നാവിൽ നിന്നുള്ള കാറ്റ്, ആ കാറ്റ് തട്ടിയ കൈ, ആ കൈ തട്ടിയ തലം 4ാമത്തെ ഡിഗ്രിയിലേക്ക് എത്തിയപ്പോഴും അതാ ഖുർആനിന്റെ പവർ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഈ സൂറകളും നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വസിയ്യത്ത്, നിസ്കാരം ഖളാ ആക്കരുത്. റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്ത് ഫാത്തിഹ, സൂറത്ത് ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, ഇവകൾ കഴിവിന്റെ പരമാവധി നിങ്ങൾ എല്ലാ ദിവസവും ഓതാൻ ശ്രമിക്കണം. ഒന്നുകൂടി പറയട്ടെ, പാതിരാ സമയത്ത് സുബഹി നിസ്കാരത്തിന്റെ മുമ്പ്, ഒരൽപ്പം മുമ്പ്, അരമണിക്കൂർ മുമ്പ് ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുക. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു അല്ലാഹുവിന്റെ അടിമകളുടെ പ്രധാന അടയാളങ്ങൾ. അതിലൊന്നാണ് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. രാത്രി പാതിരാ സമയത്ത് എഴുന്നേറ്റ് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നവർ, തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, ഉറങ്ങി എഴുന്നേറ്റതിന്റെ ശേഷമുള്ള നിസ്കാരത്തിനാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. ആ തഹജ്ജുദ് നിസ്കരിക്കുന്നവർ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കണ്ടില്ലേ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ. സത്യവിശ്വാസികളായ നല്ലവരായ മനുഷ്യർ ഉറങ്ങിക്കിടന്നാൽ ആ ഉറക്കിൽ നിന്ന് പെട്ടെന്നതാ അവർ ഉണരുന്നു. രാത്രി പാതിരയാകുമ്പോൾ എന്നിട്ട് റബ്ബഹും, അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഖൗഫൻ വതമആ, ഭയപ്പെട്ടുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും. നിനക്ക് ചെയ്യാനുള്ള ഹക്കുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ വലിയ പാപിയാണ്, നിന്റെ മുമ്പിലേക്ക് ഞാനെങ്ങനെ വരുമല്ല, നിന്റെ അടുക്കലേക്ക് ഞാനെങ്ങനെ വരുമല്ല എന്ന ഭയം, ആ ഭയം ശക്തിയായി ഉള്ളതോട് കൂടെ അല്ലാഹുവേ, സാധുവായ മിസ്കീനായ ഞാൻ നിന്നിൽ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ട്, നല്ല ഹബീബായ റസൂലുള്ളാഹിയിൽ വിശ്വസിച്ചിട്ടുണ്ട്, മറ്റു വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹിനെ പ്രിയം വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പാപികളാണ്, നീ ഞങ്ങൾക്ക് പുറത്തു തരണം, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് ഈ ആഗ്രഹവും അങ്ങനെ ഖൗഫൻ വതമഅ, ഭയവും ആഗ്രഹവും
ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂടി പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർ അവരാണ് യഥാർത്ഥ മുഖ്ബിരുകൾ, അവരാണ് ഏറ്റവും ഉന്നതന്മാരെന്ന് ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാൻ നിങ്ങൾ ഉത്സാഹിക്കണമെന്ന് കൂടി എൻ്റെ ഈ സദസ്സിന്റെ വസിയത്തെന്ന നിലക്ക് നിങ്ങളോട് ഞാൻ പറയുന്നു. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു إذا انشق معروف من الفجر ساطع أرانا الهدى بعد العمى فقلوبنا به موقنة أنما قال واقع يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാഹുവിന്റെ ഹബീബ് അദായത്തു കിതാബഹു അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നേരം വെളുക്കാറാകുന്ന സമയത്ത്, പാതിരാ സമയത്ത്, ഫജ്റിന്റെ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പാരായണം ചെയ്യുന്നു. മാത്രമല്ല യബീതു യുദാഫി ജംബഹു അൻ ഫിറാജിഹി ഇദാ തത്ഖലതു ബിൽ മുശ്രികീനൽ മലാജിഉ. മുശ്രിക്കീങ്ങളായ ആളുകൾ കിടന്നു ഉറങ്ങുന്ന, ഗൗരവമായി ഉറങ്ങുന്ന സമയം അല്ലാഹുവിന്റെ ഹബീബ് ഉണരുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു. അവിടുന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ലോകത്തിന് പുലർന്ന് കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ പ്രശംസിച്ചത് കേട്ടില്ലേ? ആ നിലക്ക് അല്ലാഹുവിന്റെ ഹബീബ് നിസ്കരിച്ച തഹജ്ജുദ് നിസ്കാരം, അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹാബികൾ നിസ്കരിച്ച നിസ്കാരം, അല്ലാഹുവിന്റെ ഔലിയാക്കൾ നിസ്കരിച്ച നിസ്കാരം, ആരിഫീങ്ങൾ നിസ്കരിച്ച നിസ്കാരം, എല്ലാ സാലിഹീങ്ങളും അല്ലാഹുവിലേക്ക് അടുക്കാൻ കൂടുതലായി നിർവഹിച്ചിട്ടുള്ള തഹജ്ജുദ് നിസ്കാരം 2 റക്അത്തെങ്കിലും നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കാം, നിസ്കരിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് അവസാനമായി ഒറ്റ വാക്കുകൂടി വസിയത്ത് കൂടി, നിങ്ങൾ സജ്ജനങ്ങളെ കുറ്റം പറയരുതേ, സജ്ജനങ്ങളെ ആക്ഷേപിക്കരുത്, സ്വാധീനങ്ങളായ മഹാന്മാരായ ആളുകളെ നിങ്ങൾ ആക്ഷേപിക്കരുത്. നിങ്ങൾ പ്രത്യേകമായി ചിന്തിക്കണം, അത് വലിയ നന്മയാണ്. ആലിമീങ്ങളുടെ മാംസം, സാലിഹീങ്ങളെ മാംസം സുമ്മുൻ ഖാത്തിഉൻ, അത് മനുഷ്യരെ കൊന്നുകളയുന്ന നഞ്ഞ് വിഷമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആലിമീങ്ങളെ ആക്ഷേപിക്കരുത്, സാലിഹീങ്ങളെ ആക്ഷേപിക്കരുത്, മുഅ്മിനീങ്ങളെ ആക്ഷേപിക്കരുത്, ആരെയും ആക്ഷേപിക്കരുത്. നമ്മളെ കാര്യം തന്നെ ബേജാറിലാണല്ലോ. നമ്മളെപ്പോഴാണ് മരിക്കുകയെന്ന് നമുക്കറിയില്ല. നമ്മൾ മരിച്ച് കബറിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ആ മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്നറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ സ്വന്തം കാര്യത്തിൽ തന്നെ വേണ്ടാനുള്ള നമുക്ക് മറ്റൊരാളെ കുറ്റങ്ങളും കുറവുകളും നോക്കി നടക്കാൻ സമയമില്ല. അതുകൊണ്ട് ചിന്തിച്ച് ആലോചിച്ച് സൗകര്യമായി ജീവിക്കണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. പരിശുദ്ധ റമദാനിന്റെ പകുതിയോളം എത്തിക്കഴിഞ്ഞു. ഏതാണ്ട് 2 ദിവസമേ ഇനിയുള്ളൂ 15-ന്. അങ്ങനെ അറിയാതെ കഴിഞ്ഞു പോവുകയാണ്. ആ പ്രിയപ്പെട്ട പുണ്യമാസം, ഏറ്റവും മനോഹരമായ മാസം. ഈ മാസത്തിൽ തൗബ ചെയ്ത് മടങ്ങാനും അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാൻ, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും എല്ലാവരും ഉത്സാഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി, നമ്മുടെ എല്ലാ നേതാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ ഹൃദയത്തിൻ്റെ ദയ, അതുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും ഇങ്ങനെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് താമസിക്കുന്നുണ്ടോ? ഇല്ല. സുബ്ഹാനല്ലാഹ്. എന്താണ് അവരുടെ കൽബിൻ്റെ മയം, അവരുടെ കൽബിൻ്റെ റഹ്മ പറയാൻ കഴിയില്ല. അത്രയും അധികം ഇവിടുത്തെ ഭരണാധികാരികളുടെ ഹൃദയം ലളിതമായി സാധുക്കളായ പാവങ്ങളായ നമ്മളോട് സ്നേഹം കാണിച്ചത് കൊണ്ടല്ലേ നമുക്കിവിടെ ജോലി ചെയ്യാൻ കഴിയുന്നത്.
അതുകൊണ്ടല്ലേ നമുക്കിവിടെ ജീവിക്കാൻ കഴിയുന്നത്, അതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ വഴു പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ നേതാക്കൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങൾക്കും എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഹംസ മുസ്ലിയാർ തുടങ്ങിയ നമ്മുടെ നേതാക്കൾ, ഒരുപാട് സയ്യിദന്മാരും ആലിമീങ്ങളും എല്ലാം അവർക്കൊക്കെ സുഖം പറഞ്ഞവരുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. നിങ്ങളെല്ലാവരും പ്രത്യേകമായി റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു 3 സ്വലാത്ത് ഒന്ന് ചൊല്ലി നമുക്ക് പിന്നെ ദുആത്തിട്ട് പിന്നെയും ഇരിക്കാം. ഒന്ന് ഇരുന്ന് നല്ലതാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداء الإسلام والمسلمين. اللهم احفظ هذه البلاد وسائر بلاد المسلمين من كل سوء ومكروه يا أرحم الراحمين. اللهم اجعلنا من عتقاء شهر رمضان. اللهم اجعلنا من عتقاء شهر رمضان. اللهم اجعلنا واجعل والدينا وأساتذتنا وأحبابنا وحكام هذه البلاد من عتقاء شهر رمضان. اللهم اغفر لنا واغفر لآبائنا وأمهاتنا ومشايخنا وأساتذتنا وأحبابنا يا أرحم الراحمين. أرحم الراحمين ملك الملوك يا رحمن يا رب. ഈ കാടുന്ന ജനങ്ങൾ മുഴുവനും നിന്റെ റഹ്മത്തിന് വേണ്ടി ഇൽമിന്റെ മജ്‌ലിസിലേക്ക്, പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആനിന്റെ വിവരണത്തിലേക്ക് നാനാഭാഗത്തു നിന്നും ഒരുമിച്ച് കൂടിയവരാണ്. എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടൽ നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ, സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സർവ്വദോഷങ്ങളും നീ പൊറുക്കണം അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ശിഷ്യന്മാര്, ഭാര്യ, സന്താനങ്ങൾ, ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങളുടെയും സർവ്വദോഷങ്ങളും പൊറുക്കണം അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണം അല്ലാഹ്. ഞങ്ങളുടെ സർവ്വ കടങ്ങളും വീട്ടിത്തരണം അല്ലാഹ്. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ മുഴുവൻ കടങ്ങളും എത്രയും പെട്ടെന്ന് വീട്ടിത്തരണം അല്ലാഹ്. യതീമക്കളെയും മുതഅല്ലിമുകളെയും പോറ്റി വളർത്താൻ, പരിശുദ്ധ ഖുർആന്റെ വളർച്ചയ്ക്ക്, ഖുർആന്റെ നിലനിൽപ്പിന് വേണ്ടി, ഖുർആനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഞങ്ങൾക്ക് ഖുർആനിന്റെ ഖാദിമീങ്ങളാവാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഖുർആൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളെ ഹൃദയത്തിന് ഖുർആൻ ചൈതന്യമാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ മരണത്തിന്റെ സമയത്തും ഞങ്ങളെ ഖബറിലും എല്ലാ സമയത്തും ഞങ്ങൾക്ക് നീ ഖുർആൻ ശഫീആക്കണം അല്ലാഹ്. ഖുർആനിന്റെ ശുപാർശ ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. നിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ ഹൗദുൽ കൗസർ കുടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ്. അവിടുത്തെ ജിവാറിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആയിരങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ അറിയുന്നു അല്ലാഹ്. എല്ലാം പൂർത്തിയാക്കണേ അല്ലാഹ്. കച്ചവടങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. കൃഷികളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. തൊഴിലുകളിൽ ബർക്കത്ത്
ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അകാരണമായി കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ, ജയിലിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്, രക്ഷപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ, അകാരണമായി കുടുക്കിൽപ്പെട്ട എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാം അറിയുന്ന അല്ലാഹ്, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള സർവ്വ ഖൈറായ ഉദ്ദേശങ്ങളും നീ സാധിപ്പിക്കണം അല്ലാഹ്. ഒരുപാട് സാധുക്കൾക്ക് ജോലിയില്ലാത്തവരുണ്ട്, അവർക്ക് നല്ല ജോലി നൽകണം അല്ലാഹ്. ജോലി ചെയ്യുന്നവർക്ക് ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. ആപത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കണം അല്ലാഹ്. അവിവാഹിതർക്ക് നല്ല ഇടകൾ നൽകണം അല്ലാഹ്. സന്താനങ്ങളില്ലാത്തവർക്ക് നല്ല സന്താനങ്ങൾ നൽകണം അല്ലാഹ്. ഗർഭിണികളായ സ്ത്രീകൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഭാര്യമാരെയും കുടുംബങ്ങളെയും നീ നല്ലവരാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ മുതഅല്ലിമീകളെയും മുഴുവൻ മുഅ്മിനീകളെയും നീ നല്ലവരാക്കണേ അല്ലാഹ്. സ്വാലിഹീകളിൽ പെടുത്തണേ അല്ലാഹ്. ഈ പരിശുദ്ധ റമളാൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ പെടുത്തണം അല്ലാഹ്. കേടായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ പെടുത്തല്ല അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ സമയത്തും നീ ഞങ്ങൾക്ക് തുണയാവണം അല്ലാഹ്. നിന്റെ പൊരുത്തത്തിലായി, ദീനിന്റെ ഖിദ്മത്തിലായി ഞങ്ങളെ ആയുസ് നീട്ടിത്തരണം അല്ലാഹ്. ആഖിബത്ത് നന്നായി മരിക്കാൻ തൗഫീഖ് ചെയ്യണം അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണം അല്ലാഹ്. ആഖിബത്ത് നന്നായി മരിക്കാൻ തൗഫീഖ് ചെയ്യണം അല്ലാഹ്. ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണം അല്ലാഹ്. ഈമാന്റെ സലാമത്ത് നൽകണം അല്ലാഹ്. ഈമാൻ വർദ്ധിപ്പിക്കണം അല്ലാഹ്. ഞങ്ങൾ പാപികളാണ്, ഞങ്ങളെ സർവ്വ പാപങ്ങളും പുറത്ത് നിന്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ, സന്താനങ്ങൾ, ഞങ്ങളെ ശിഷ്യന്മാര്, ഉസ്താദുമാര്, ബന്ധപ്പെട്ട എല്ലാവരെയും നിന്റെ പൊരുത്തത്തിൽ ഉൾപ്പെടുത്തി തരണം അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മറ്റു സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രവർത്തകർ, ദീനിന്റെ ഖാദിമീങ്ങൾ, ഞങ്ങളെ സ്നേഹിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, ഇതിന് വേണ്ടി ദിവസങ്ങളോളം കഠിനാധ്വാനം ചെയ്ത, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, സമ്പത്ത് കൊണ്ട് സഹായിച്ച സർവ്വർക്കും നീ വിജയം ചൊരിയണം അല്ലാഹ്. എല്ലാ ആഫാത്ത് മുസീബാത്തുകളും രക്ഷപ്പെടുത്തണം അല്ലാഹ്. എല്ലാ ഭീകരതയിൽ നിന്നും തീവ്രവാദങ്ങളും ഞങ്ങളെയും ഞങ്ങളുടെ സമൂഹത്തെയും നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സമൂഹത്തെയും ഞങ്ങളുടെ രാഷ്ട്രങ്ങളെയും എല്ലാവിധ വൈദേശികാക്രമങ്ങളിലും ആഭ്യന്തര ലഹളകളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണം അല്ലാഹ്. സമാധാനം നൽകണം അല്ലാഹ്. ഞങ്ങളുടെ നാടുകൾ, വീടുകൾ, കുടുംബങ്ങളിൽ സർവർക്കും സമാധാനം നൽകണം അല്ലാഹ്. യാ കരീം യാ അല്ലാഹ്, യാ വഹാബ് യാ അല്ലാഹ്, യാ റഹ്മാൻ യാ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് കടം കൊണ്ട് താങ്ങാനാകാതെ വിഷമിക്കുന്നവരുണ്ട് അല്ലാഹ്. നിന്റെ റഹ്മത്തിന്റെ നോട്ടം കൊണ്ട് ഞങ്ങളിലേക്ക് നോക്കി കടങ്ങൾ വീട്ടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വ്യക്തിപരമായ കടങ്ങളും ഞങ്ങളുടെ സ്ഥാപന സംബന്ധമായ കടങ്ങളും എല്ലാ കടങ്ങളും ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ റമളാനോടുകൂടെ മുക്തരാക്കണം അല്ലാഹ്. കടക്കാരായി മരിപ്പിക്കല്ല അല്ലാഹ്. യാ ഷാഫി യാ അല്ലാഹ്, യാ കാഫി യാ അല്ലാഹ്, യാ മുആഫി യാ അല്ലാഹ്. ഇരിക്കുന്ന പതിനായിരങ്ങൾ പല രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാഹ്. നാടും വീടും കുടുംബം ഒഴിവാക്കി ഇവിടെ വന്ന് ഒരു ചെറിയ അസുഖം വന്നാൽ ഞങ്ങൾ ശുശ്രൂഷിക്കാൻ ആരാരുമില്ല അല്ലാഹ്. ഞങ്ങളെ റൂമുകാർ അവർ തൊഴിലുകൾ പോലും ഒഴിവാക്കി ഞങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ അതൊന്നുകൂടി മാനസികമായി ഞങ്ങൾ തളരുകയാണ് അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാഹ്. മാരകമായ രോഗങ്ങൾ നൽകല്ല അല്ലാഹ്. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ നൽകല്ല അല്ലാഹ്. ചെയ്യേണ്ട ഗതികളിലെത്തിക്കല്ല അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങൾക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ നൽകല്ല അല്ലാഹ്. ഹാർട്ടിന്റെ വാൾവുകൾക്ക് ബ്ലോക്ക്, വേക്കിലേക്ക് നൽകല്ല അല്ലാഹ്. പമ്പിങ്ങിന് കംപ്ലൈന്റ് നൽകല്ല അല്ലാഹ്. യാ അല്ലാഹ്, കരളിനോ ലിവറിനോ പ്രീഹക്കോ തകരാറ് നൽകല്ല അല്ലാഹ്. യാ അല്ലാഹ്, ഡിസ്ക് പ്രോബ്ലം നൽകല്ല അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങൾ
അവസ്ഥ നൽകല്ല അല്ലാഹ്. കൈകാലുകൾ കടച്ചിന് തെരിപ്പ്, വയറുവേദന, തലവേദന, എല്ലാ വേദനകളും നീ ശിഫയാക്കണം അല്ലാഹ്. ഒടിഞ്ഞതും മുറിഞ്ഞതും നീ ശിഫയാക്കണം അല്ലാഹ്. എല്ലാ കലകളും ബുദ്ധിമുട്ടുകളും നീ അറിയുന്നവരാണ് അല്ലാഹ്. നീ ശിഫയാക്കണം അല്ലാഹ്. കണ്ണിന്റെ കാഴ്ചകൾക്ക് മങ്ങലേൽപ്പിക്കല്ല അല്ലാഹ്. സംസാരത്തിന്റെ വിഷമങ്ങൾ നൽകല്ല അല്ലാഹ്. കൈകാലുകൾക്ക് സ്വാധീനക്കുറവ് നൽകല്ല അല്ലാഹ്. തൊഴിലുകൾക്ക് പ്രയാസങ്ങൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളെ നിന്റെ ദീനിന്റെ ഖാദിമുകളാക്കണം അല്ലാഹ്. ദീനിന്റെ ഖാദിമുകളാക്കണം അല്ലാഹ്. റബ്ബേ, വിവാഹിതരായ മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട് അല്ലാഹ്. ദമ്പതികൾ പുരുഷനോ സ്ത്രീക്കോ എന്ത് അസുഖമുണ്ടെങ്കിലും നീ ശിഫയാക്കി സ്വാലിഹായ സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. സ്വാലിഹായ സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. ഗർഭിണികളായി തലചുറ്റന ക്ഷീണമായ ഛർദികളായി ഹോസ്പിറ്റൽ വീടുകൾ ബെഡ്റെസ്റ്റിൽ കഴിയുന്ന ഭാര്യമാര് ആശ്വസിപ്പിക്കാൻ സമാധാനിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അല്ലാഹ്. പകരം അവർക്ക് നീ ശിഫ നൽകണം അല്ലാഹ്. മനസ്സമാധാനം നൽകണം അല്ലാഹ്. സുഖപ്രസവം പ്രദാനം ചെയ്യണം അല്ലാഹ്. സിസേറിയനാക്കല്ല അല്ലാഹ്. 1000 സ്വപ്നങ്ങൾ ഞങ്ങളുടെ കുട്ടികളിൽ സന്താന പരമ്പരയിൽ ഞങ്ങൾക്കുണ്ട് അല്ലാഹ്. കണ്ണ് തണുപ്പിക്കുന്ന മക്കളാക്കണം അല്ലാഹ്. കണ്ണിനെ കരടാകുന്ന മക്കളാക്കല്ല അല്ലാഹ്. ഞങ്ങളുടെ വലിയ സമ്പത്ത് ഞങ്ങളുടെ മക്കളാണ് അല്ലാഹ്. അവരെ വേണ്ട പോലെ ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അല്ലാഹ്. ഞങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നാകില്ലല്ലോ. നീ ഉദ്ദേശിച്ചെങ്കിലല്ലേ ഹിദായത്ത് ലഭിക്കുള്ളൂ അല്ലാഹ്. ഒരു കാരണവശാലും ഞങ്ങളുടെ മക്കൾ സന്താന പരമ്പര സുന്നത്യമാഹത്തിൽ വ്യതിചലിക്കുന്നവരാക്കല്ല അല്ലാഹ്. ഔട്ട് ഓഫ് കൺട്രികൾ, ഔട്ട് ഓഫ് സ്റ്റേറ്റുകളിലോ ഞങ്ങൾ നിർബന്ധിതരായി കുട്ടികൾ എത്തിക്കുമ്പോൾ റാങ്കിങ്ങിനെ വിലയേറാക്കല്ല അല്ലാഹ്. സുന്നത്യമാഹത്തിൽ വ്യതിചലിക്കുന്ന അവസ്ഥയിലെത്തിക്കല്ല അല്ലാഹ്. അധാർമികതയിലേക്ക് എത്തിക്കല്ല അല്ലാഹ്. ഞങ്ങളെ മക്കൾ ഉഖ്റവിയായ ഉലമാക്കളാക്കണം അല്ലാഹ്. ഉഖ്റവിയായ ഉലമാഇന്റെ പരമ്പരകളാക്കണം അല്ലാഹ്. SLC +1 +2 PG ഡിഗ്രി എൻട്രൻസ് സിവിൽ സർവീസ് സെലക്ഷൻ എല്ലാ എക്സാമുകളിലും നല്ല റിസൾട്ടുകൾ നൽകണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളാക്കണം അല്ലാഹ്. പരാജിതരാക്കല്ല അല്ലാഹ്. ഞങ്ങളുടെ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ സഹോദരിമാർ അവർക്ക് ഖൈറായ ഇണകൾ നൽകണേ അല്ലാഹ്. വാഹിദരാകാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാർ മനസ്സിന് ഇണങ്ങുന്ന ഇണയെ നൽകി സ്വലാഹത്തായ കുടുംബജീവിതം നൽകണം അല്ലാഹ്. കുടുംബജീവിതം സുഖസമ്പൂർണ്ണമാക്കണം അല്ലാഹ്. ഇവിടെ കൂടിയ 10,000 മനസ്സുകൾ ആഗ്രഹങ്ങൾ നിന്റെ മുമ്പിൽ ഞങ്ങൾ വെക്കുന്നു അല്ലാഹ്. എന്ത് ചോദിച്ചാലും നീ ഉത്തരം നൽകുന്ന സമയമാണല്ല അല്ലാഹ്. പാതിരാ സമയമാണ്. റമളാനാണ്, ഇൽമിന്റെ സദസ്സാണ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ വിഷമങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. തൊഴിൽ പ്രമോഷൻ നൽകണം അല്ലാഹ്. ശമ്പള വർധന നൽകണം അല്ലാഹ്. ഫിനിഷ് ഓർഡറുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങൾക്ക് പ്രതികൂലമാകുന്ന നിയമങ്ങളെ കാത്തു രക്ഷിക്കണം അല്ലാഹ്. ഞങ്ങൾക്ക് ഫാമിലികളെ കൊണ്ടുവരാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ആവശ്യമായ അപ്പാർട്ട്മെന്റുകൾ, വില്ലകൾ, ഫ്ലാറ്റുകൾ നൽകണം അല്ലാഹ്. ഞങ്ങൾ ആഗ്രഹങ്ങൾ സഫലീകരിക്കണം അല്ലാഹ്. മഖ്ബൂലമായ ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. റബ്ബേ, റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരാക്കണേ അല്ലാഹ്. റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരാക്കണം അല്ലാഹ്. പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരാക്കല്ല അല്ലാഹ്. റബ്ബേ, റമളാൻ ഞങ്ങൾക്ക് കേടായി സാക്ഷി നിൽക്കുന്നവരാക്കല്ല അല്ലാഹ്. കേടായി സാക്ഷി നിൽക്കുന്നവരാക്കല്ല. ഇത് ഞങ്ങളുടെ ജീവിതത്തിന് അവസാന റമളാനാക്കല്ല അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിന് അവസാന റമളാനാക്കല്ല അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ ഉമ്മമാർ, ഉമ്മാപ്പമാർ, ഉപ്പമാർ, ഉപ്പാപ്പമാർ, ഞങ്ങളുടെ ബന്ധുക്കൾ, കുടുംബങ്ങൾ, ഈ പരിസരങ്ങളിൽ നിന്ന് മരിച്ച ധാരാളം ആളുകളുണ്ട് അല്ലാഹ്. ഞങ്ങൾ മരിച്ചുപോയ റഹ്മാൻ ജംഷീർ ഈശ അവരുടെ ഖബർ സ്വർഗ്ഗമാക്കണം അല്ലാഹ്. തൃശ്ശൂർ ജില്ലാ ഖാദി പൂക്കോയ തങ്ങൾ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, അങ്ങനെയാരെല്ലാം മരിച്ച ഖബറുകൾ നീ സ്വർഗ്ഗമാക്കണം അല്ലാഹ്. വിശാലമാക്കണം അല്ലാഹ്. അർശന്റെ ദീന കൊണ്ട് അനുഗ്രഹീതരാക്കണം അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ ഉപ്പ ഉമ്മമാരുടെ മഖ്ബറകൾ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അല്ലാഹ്. അവരെ ഞങ്ങൾക്കും സ്വർഗീയ ഭക്ഷണം നീ ഭക്ഷിപ്പിക്കണം അല്ലാഹ്. അവരെയും ഞങ്ങളെയും ഖബർ വിശാലമാക്കണം അല്ലാഹ്. അർശന്റെ ദീന കൊണ്ട് അനുഗ്രഹീതരാക്കണം അല്ലാഹ്. അവരെയും ഞങ്ങളെയും ജന്നാത്തുൻ നഈമിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ചു കൊടുക്കണം അല്ലാഹ്. ഞങ്ങളെ വഞ്ചരായ ആഗോളതലത്തിൽ സുന്നത്യമായതിന്റെ സുസ്വീർത്തിയ വന്യരായ ശൈഖുനാ റബ്ബേ, അവർക്ക് നീ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ, എല്ലാ ഹിമായത്തും നീ നൽകണേ അല്ലാഹ്. അല്ലാഹ്, നിന്റെ ഹിമായത്ത് നീ നൽകണേ അല്ലാഹ്. ഇസ്സത്തിലേക്ക് ഉയർത്തണേ അല്ലാഹ്. കാമിലായ ആഫിയത്ത് നൽകണേ അല്ലാഹ്.
ബർക്കത്തവർക്കും ഞങ്ങൾക്കും ചൊരിയണം അല്ലാഹ്. എല്ലാറ്റിലും ബർക്കത്തുള്ളവരാക്കണം അല്ലാഹ്. ജനലക്ഷങ്ങളെ കോടികൾക്ക് നേതൃത്വം നൽകുന്ന ആ തണൽ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വന്യരായ താജുൽ മനൂറുൽ ഉലമയമ്മേ ഉസ്താദ്, ഇങ്ങനത്തെ ചിത്താരി ഉസ്താദ്, ഞങ്ങളുടെ സ്റ്റേജിലുള്ള ഉസ്താദുമാർ, എല്ലാ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഞങ്ങളുടെ പ്രവർത്തകർ, ഞങ്ങളുടെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണം അല്ലാഹ്. നിന്റെ ദീൻ സംരക്ഷിക്കും എന്ന് ഞങ്ങൾക്കറിയാം അല്ലാഹ്. അതിന്റെ സംരക്ഷകരാകാൻ ആ ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്, സ്വീകരിക്കണം അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولآبائنا وأمهاتنا وأساتذتنا يا غافر المذنبين وارحمنا وإياهم برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. ഇവിടെ നമുക്ക് വളരെ സുദീർഘമായി ക്ഷീണം മറന്നുകൊണ്ട് റമദാൻ ഷരീഫിൻ്റെ ഈ പവിത്രമായ രാത്രിയിൽ നമുക്ക് സുദീർഘമായി സാരോപദേശം നൽകിയ ഷെയ്ഖുന എ പി ഉസ്താദിന് സർവ്വവിധ നന്ദികളും ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹാമിദ് ഗോയമ തങ്ങൾ, സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ, പൊന്മള ഉസ്താദ്, കെ കെ കട്ടിപ്പാറ ഉസ്താദ്, മാരാമംഗലം ഉസ്താദ്, കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി, ഹസൻ ഹാജി തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാർ നമുക്കിവിടെ നമ്മുടെ സ്റ്റേജിൽ നമുക്ക് വേണ്ടി സന്നിഹിതരായിട്ടുണ്ട്. എല്ലാവർക്കും SYS സെൻട്രൽ കമ്മിറ്റിയുടെയും മറ്റ് സംഘടനയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ കുടിക്കാനും മറ്റ് ഒരുപാട് സംവിധാനം ചെയ്തിരിക്കുന്ന അൽ റവാബി ജ്യൂസ്, അൽ ഐൻ മിൽക്ക്, സഫ ജ്യൂസ്, ലക്നൗർ ജ്യൂസ്, അൽ ബയാൻ വാട്ടർ, അൽ കുസി ടീ തുടങ്ങി അങ്ങനെയുള്ള നമ്മോട് സഹകരിച്ച എല്ലാ വിഭാഗത്തിനും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പരസ്യം തന്ന് സഹകരിച്ച അതുപോലെ മറ്റെല്ലാ വിധത്തിലും നമ്മോട് സഹായിച്ച എല്ലാവർക്കും മറ്റവാക്കിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പരിപാടി പരിപൂർണമായി വിജയിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം ദിവസങ്ങളോളമായി പരിശ്രമിച്ചിരിക്കുന്ന SYSൻ്റെയും റിസാല സ്റ്റഡി സർക്കിളിൻ്റെയും മുഴുവൻ പ്രവർത്തകർക്കും സംഘങ്ങളുടെ പേരിൽ നന്ദി ആശംസിച്ചുകൊണ്ട് 3 സലാത്തോടുകൂടെ ഈ പരിപാടി, മഹത്തായ പരിപാടി പിരിച്ചുവിട്ടതായി അറിയിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. رسول الله رسول الله رسول الله رسول الله رسول الله ربنا وبالإسلام أحيانا وعلمنا بأن نبقى لدين الله أعوانا تجمعنا بنور هداه إخوانا وخلانا وأترعنا متى ضمئات بنا الأرواح إيمانا رسول الله ربنا وبالإسلام أحيانا وعلمنا بأن نبقى لدين الله أعوانا تجمعنا بنور هداه إخوانا وخلانا وأترعنا متى ضمئات بنا الأرواح إيمانا نهلنا منه
شرعتنا وأعلينا به الشانا فلم نظلم ولم نغدر ولم نستعل طغيانا نهلنا منه شرعتنا وأعلينا به الشانا فلم نظلم ولم نغدر ولم نستعل طغيانا رسول الله أسوتنا على المنهاج وصانا لأجل الحق كم بذلا وكم قاسى وكم عانى وكم قد ذاق في ألم من الإيذاء ألوانا فلم يخنع ولم يخضع ولم يركع وما نال رسول الله أسوتنا على المنهاج وصانا لأجل الحق كم بذلا وكم قاسى وكم عانى وكم قد ذاق في ألم من الإيذاء ألوانا فلم يخنع ولم يخضع ولم يركع وما لانا رشيد الرائي إن عصفت رياح الظلم طوفانا حكيم حير الدنيا بسحر القول تبيانا رحيم إن مضى وقضى وكان العدل ميزانا رحيم إن مضى وقضى وكان العدل ميزانا رسول الله رسول الله رسول الله رسول الله شباب الحق فانطلقوا من المحراب فرسانا وبالإسلام فامتثلوا هدى المختار عنوانا وسيروا بشروا الدنيا بأن الفجر قد بانا وسيروا بشروا الدنيا أن الفجر قد بانا أن الفجر قد بانا رسول الله ربنا وبالإسلام أحيانا وعلمنا بأن نبقى لدين الله أعوانا تجمعنا بنور هداه إخوانا وخلانا وأترعنا متى ضمئات بنا الأرواح إيمانا رسول الله ربنا وبالإسلام أحيانا وعلمنا بأن نبقى لدين الله أعوانا تجمعنا بنور هداه إخوانا وخلانا وأترعنا متى ضمئات بنا الأرواح إيمانا صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلاة الله سلام الله على ياسين حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله بأهل البدر يا الله وكل مجاهد لله بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلاة الله سلام الله على ياسين حبيب
Habibillah. Oh Allah, how just you are, Lord of all is you, Allah. We are at your service, labbaik Allah. You are one, you have no partner. We are at your service, labbaik Allah. You are one, you have no partner. Peace of Allah and blessings of Allah. من أنزل الأمطار وفجر الأنهار وأنبت الأزهار تزخرف الجبال من ينشر الصباح ويرسل الرياح ويملأ البطاح برزقه الحلال. الله 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 الله. Who is the lover? Who is Ar-Rahman? Who is Al-Mannan? La ilaha illallah, Muhammadur Rasulullah. Muhammad is the messenger, to Allah is our return. La ilaha illallah, Muhammadur Rasulullah. Muhammad is the messenger, to Allah is our return. La ilaha illallah, Muhammadur Rasulullah. La ilaha illallah, Muhammadur Rasulullah. Allahu Akbar, Allahu Akbar, Allahu Akbar, Allahu Akbar. All praise is due to the one and only. He is the master of all creation. All praise is due to the one and only. He is the master of all creation. He is the sustainer and the maintainer of the whole universe. La ilaha illallah, Muhammadur Rasulullah. Muhammad is the messenger, to Allah is our return. La ilaha illallah, Muhammadur Rasulullah. Muhammad is the messenger, to Allah is our return. La ilaha illallah, Muhammadur Rasulullah. La ilaha illallah, Muhammadur Rasulullah.